നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM-ന്റെ വനിതാ നേതാക്കൾക്കെല്ലാം കഴുത്തുളുക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗം മുറുകിയിട്ടും പ്രചാരണം ചൂട് പിടിച്ചിട്ടും സഖാത്തികൾക്ക് അത്ര ചൂട് പോരാ. തീയും പുകയും കെട്ട് AKG സെന്ററിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് കമ്മിണികൾ. സീറ്റ് കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാണോ പ്രധാന കമ്മിണികൾ പ്രചാരണത്തിന് ഇറങ്ങാത്തത്? അതോ പ്രചാരണത്തിന് ഇറക്കിയാൽ ആട്ടും തുപ്പും കിട്ടുമെന്ന് പേടിച്ച് പാർട്ടി പൂട്ടിയിട്ടിരിക്കുന്നതാണോ? എന്തായാലും സഖാത്തികളുടെ ആ ഒരു ഓളം കാണാനേയില്ല. ട്രോളന്മാർക്കും എതിരാളികൾക്കും അറിയേണ്ടത് ആര്യ, ദിവ്യ, ചിന്ത ടീംസ് എവിടെയാണെന്നാണ്. അവർ ഇറങ്ങിയാലേ ചാകരയുള്ളൂവെന്ന്. ഓരോ മണ്ഡലത്തിലായിട്ട് ഇതിൽ ഓരോന്നിനെ ഇറക്കി വിട്ടാൽ CPM തോറ്റോളും. ഇവരാണ് ഞങ്ങളുടെ ഐശ്വര്യമെന്ന് UDF-ഉം. ആര്യയുടെയും ദിവ്യയുടെയും ഫേസ്ബുക്ക് തപ്പിയാൽ തെരഞ്ഞെടുപ്പിന്റെ ഒരോളവും കാണാനേയില്ല. പിന്നെയും ചിന്ത ചേച്ചിയാണ് ഫേസ്ബുക്ക് പേജിൽ സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലങ്ങളിലും ഇവരെ കാണാനില്ല. കനലൊരു തരിയിലെ കമ്മിണികൾ വല്ലാത്ത ക്ഷീണത്തിലാണെന്നാണ് പരിഹാസം ശക്തമാകുന്നത്. തദ്ദേശത്തിൽ കിട്ടിയ അടിയോടെ മുതിർന്ന നേതാക്കൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ലേഡി പിണറായി കളിക്കുന്ന കമ്മിണികളെ വളർത്തിക്കൂടാ, പാർട്ടിയുടെ കഴുക്കോൽ ഊരിക്കൊണ്ടു പോകുമെന്ന്. അതുകൊണ്ട് എല്ലാത്തിനെയും അടിച്ചൊതുക്കി ഇട്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ദിവ്യയെ മഷിയിട്ട് നോക്കിയിട്ട് കാണാത്തതാണ്. തളിപ്പറമ്പിൽ ഇടത് സ്ഥാനാർത്ഥി PK ശ്യാമളയാണ് ദിവ്യയുടെ ഏറ്റവും വലിയ ചങ്ങാതി. പക്ഷേ ശ്യാമളേച്ചിക്ക് വേണ്ടി ഒരു പോസ്റ്റോ കുറിപ്പോ ദിവ്യയുടെ പേജിലില്ല. എന്തിന്? സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രം പോലും ഈ പറയുന്ന ദിവ്യയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലില്ല. തളിപ്പറമ്പിൽ ശ്യാമള പ്രചാരണം തുടങ്ങിയിട്ട് ആ ഏരിയയിൽ ദിവ്യയെ കാണാനേ ഇല്ല. ദിവ്യയെ കൊണ്ടുവന്നാൽ പണി പാളുമെന്ന് പേടിച്ച് ഗോവിന്ദൻ അടുപ്പിക്കാത്തതാണ് എന്ന പരിഹാസം ഇപ്പോൾ ശക്തമാണ്. ശ്യാമളയും പറഞ്ഞു കാണും, മോളെ പ്രചാരണത്തിന് വന്ന് എന്നെ തോൽപ്പിക്കരുതേ എന്ന്. എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടൽ! നവീൻ ബാബു കേസിൽ ദിവ്യ അറസ്റ്റിലായപ്പോൾ ജയിലിന് മുന്നിൽ പോയി കരയാൻ വന്ന ടീംസിൽ ഈ PK ശ്യാമളയുണ്ടായിരുന്നു. വൻ വിവാദം കത്തി നിന്നപ്പോഴും PP ദിവ്യയെ പിന്തുണച്ച് വാദിച്ചുകൊണ്ടേയിരുന്നത് PK ശ്യാമളയും MV ഗോവിന്ദനുമായിരുന്നു. എന്നിട്ടും ശ്യാമളേച്ചിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രചാരണത്തിന് പെട്രോൾ പമ്പ് ദിവ്യ ഇറങ്ങുന്നതേയില്ല. എന്താണോ എന്തോ. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് നടന്നത്. സൈബറിടത്തിൽ ശ്യാമളയ്ക്ക് നേരെ ആക്രമണം നടന്നു. സ്വന്തം പാർട്ടിക്കാരും ശ്യാമളയെ പച്ചയ്ക്ക് തെറി വിളിച്ചു. എന്നിട്ടും ശ്യാമളയെ പിന്തുണയ്ക്കാൻ ദിവ്യയെ കണ്ടില്ല. സീറ്റ് കിട്ടാത്ത കലിപ്പിലാണ് ദിവ്യ എന്ന ആക്ഷേപം എന്തായാലും ഇപ്പോൾ ശക്തമാണ്. ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാണ്. എന്നിട്ട് ആരെയും സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പോസ്റ്റുന്നില്ല. പ്രചാരണത്തിനും കാണുന്നതേയില്ല. മേയർ ആയിരുന്നപ്പോൾ എന്തിനും ഏതിനും ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ആര്യയെ കാണാനേ കിട്ടുന്നേ ഇല്ലല്ലോ എന്നാണ് ട്രോളന്മാർക്ക് അറിയുന്നത്. ബാലുശ്ശേരിയിൽ സച്ചിന് വേണ്ടി ആര്യ പ്രചാരണത്തിന് ഇറങ്ങുമോ? ജനകീയത കുറച്ച് കൂടുതലായതുകൊണ്ട് ആര്യയെ ഇറക്കാൻ ഇനി സച്ചിൻ ദേവ് തയ്യാറാകുമോ എന്തോ. കാരണം കോർപ്പറേഷൻ കൊണ്ട് തൊലച്ചിട്ട് കോഴിക്കോടിന് വണ്ടി കയറാനിരുന്ന ആര്യയോട് കോഴിക്കോട്ടേക്ക് വന്നേക്കരുതേ എന്നായിരുന്നു അവിടുത്തെ CPM-കാർ പറഞ്ഞത്. മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആര്യയ്ക്ക് സീറ്റ് കിട്ടിയേനെ. പക്ഷേ ഒരു മേയർ കസേര കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒരു സംഭവം എന്ന് കാണിച്ചതിനാണ് നാട്ടാര് പണി കൊടുത്ത് മൂലക്കിരുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരത്തെ CPM സ്ഥാനാർത്ഥികൾ ആര്യയെ തങ്ങളുടെ പ്രചാരണത്തിന് കൊണ്ടുവന്നേക്കരുതെന്നാണ് പാർട്ടിയോട് പറയുന്നത്. ഉള്ള വോട്ടും കൂടി പോകുമെന്നാണ് അവർ ഭയക്കുന്നത്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി VK പ്രശാന്ത് ആര്യ എന്ന് കേട്ടാലേ ഓടുന്ന അവസ്ഥ. ആര്യ മേയർ ആയപ്പോൾ പിന്തുണയ്ക്കുകയും എല്ലാത്തിനും ഒപ്പം നിൽക്കുകയും ചെയ്തത് പ്രശാന്ത് ആയിരുന്നു. ആര്യ നിരന്തരം വിവാദങ്ങളിൽ പെട്ടപ്പോഴും പ്രശാന്ത് തള്ളിപ്പറയാതെ കൂടെ തന്നെ ചേർത്ത് നിർത്തിയിരുന്നു. എന്നാൽ കോർപ്പറേഷൻ കൊണ്ട് തുലച്ച ആര്യയോട് കട്ടക്കലിപ്പിലായി പിന്നീട് പ്രശാന്ത്. കോർപ്പറേഷൻ CPM-ന്റെ കൈവിട്ടു പോയപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് VK പ്രശാന്തിനായിരുന്നല്ലോ. ശാസ്തമംഗലത്തെ കെട്ടിടത്തിന്റെ പേരിൽ BJP കൗൺസിലർ R ശ്രീലേഖയുമായി യുദ്ധം. ഒടുക്കം കെട്ടിടവും പോയി മാനവും പോയി. പ്രശാന്ത് പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങേണ്ടിയും വന്നു. തലസ്ഥാനം തന്റെ തട്ടകമാണെന്ന് ഇടയ്ക്കിടെ വാതോരാതെ വായിട്ടലയ്ക്കുന്ന ആര്യ രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഇറക്കാൻ പോലും CPM-കാർ തയ്യാറല്ല. മുതിർന്ന നേതാക്കൾ അടുപ്പിക്കാത്തത് തന്നെയെന്നാണ് കരക്കമ്പി വരുന്നത്. ചിന്താ ജെറോം പിന്നെ വായിട്ടളപ്പിന്റെ ആളാണ്. വാതുറക്കുന്നതേ വിവരക്കേട് പറയാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് പോയിട്ട് ഞങ്ങളെ പൊതിച്ചോറ് കൊടുക്കുന്നവരാണെന്നൊക്കെ അങ്ങ് ഗീച്ചു കളയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ മുകേഷ്. അന്ന് പ്രചാരണത്തിന് ഇറങ്ങി മുകേഷിനെ നാണം കെടുത്തി വിട്ടത് ചിന്താ ജെറോം ആയിരുന്നു. പെണ്ണെ നീ വാ തുറക്കരുതെന്ന് മുകേഷ് വരെ കാലു പിടിച്ചെന്നായിരുന്നു ട്രോൾ വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ സീറ്റ് ചിന്ത നോക്കിയിരുന്നു, പക്ഷെ കിട്ടിയില്ല.
ഇതിന്റെ കലിപ്പിലാണോ ചിന്തയും വലിയ വീറോടെയല്ല പ്രചാരണത്തിലുള്ളത്? സംവാദവേദികളിൽ ചിന്തയെ കൊണ്ടുവന്നേക്കരുതെന്ന് ഇടത് സ്ഥാനാർത്ഥികൾ പാർട്ടിയോട് അഭ്യർത്ഥിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രചാരണ വേദികളിൽ സഖാത്തികളെ കൊണ്ടുവരാൻ സ്ഥാനാർത്ഥികൾ ഭയക്കുന്നു. ലേഡി പിണറായി കളിച്ചിട്ടും കഴുത്തുളുക്കിയ വീണ ജോർജിന് ആറന്മുളയിൽ സീറ്റ് കൊടുത്ത പിണറായി സഭയെ വീണ്ടും സുഖിപ്പിക്കുകയായിരുന്നു. ഗോവിന്ദന്റെ ആവശ്യപ്രകാരം ഭാര്യ ശ്യാമളയ്ക്ക് സീറ്റ്, വിജയരാഘവന് സീറ്റില്ലെങ്കിലും ഭാര്യ ബിന്ദു ടീച്ചർക്ക് സീറ്റ്. ജനകീയ നേതാവായ ശൈലജ മാത്രമാണ് തമ്മിൽ ഭേദം തൊമ്മൻ. ബാക്കിയെല്ലാം നാട്ടാരെ കൊണ്ട് വെറുപ്പിച്ചവരാണ്. CPM-നെ കുളം തോണ്ടിയതിൽ വനിതാ നേതാക്കളുടെ പങ്ക് അത്ര ചെറുതൊന്നും അല്ലല്ലോ. കാരണം അധികാരമുണ്ടെന്ന ധാർഷ്ട്യത്തിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു. പിണറായിയേക്കാൾ വലിയ ധാർഷ്ട്യം കൊണ്ട് കളം നിറഞ്ഞ് ജനങ്ങളെ കൊണ്ട് വെറുപ്പിച്ചു. ഈ കൂട്ടരെല്ലാം കൊമ്പത്തൂന്ന് താഴേക്ക് നടുവും തല്ലിയാണ് വീണത്. എത്ര കൊമ്പത്ത് കയറിയാലും ജനം വിചാരിച്ചാൽ ഇതേപോലെ നിലം പതിക്കും. ജനകീയതയുള്ള എത്ര വനിതാ നേതാക്കൾ ഈ പാർട്ടിക്ക് ഇന്ന് പറയാനുണ്ട്? ആകെ പറയാനുള്ളത് ഒരു ശൈലജ ടീച്ചറുടെ പേര് മാത്രമാണ്. ബാക്കിയെല്ലാം കണക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നടന്ന പാർട്ടി യോഗങ്ങളിലെല്ലാം വനിതാ നേതാക്കളുടെ അഹങ്കാരം ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. മുതിർന്ന നേതാക്കൾ പച്ചയ്ക്കാണ് വിമർശിച്ചത്. ആര്യയ്ക്കും ദിവ്യയ്ക്കും ചിന്തയ്ക്കും ഒക്കെ കണക്കിന് കിട്ടി. പ്രചാരണ വേദിയിൽ പോലും ഒരെണ്ണത്തെ കണ്ടേക്കരുതെന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഓർഡർ ഇട്ടിരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ ഏതെങ്കിലും വിഷയത്തിൽ ഈ സഖാത്തികൾ ഇടപെട്ടിട്ടുണ്ടോ? ഇടപെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് വേണ്ടി അങ്ങ് വായിട്ടലയ്ക്കും. അതാണല്ലോ സംഭവിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? CPM-ന്റെ വനിതാ മന്ത്രിമാർ കൊടിയുടെ നിറം നോക്കി നിലപാട് പറയുന്നവരാണെന്ന് കോൺഗ്രസിന്റെ നേതാവ് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞിടയ്ക്കാണ് ഒരു പരിഹാസം ഉയർത്തിയത്. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിച്ചപ്പോഴായിരുന്നു ഷാനിമോൾ ഉസ്മാൻ ഈ ഒരു പ്രതികരണം നടത്തിയത്. ഇടതുമുന്നണിയുടെ കാലത്ത് സ്ത്രീ സുരക്ഷ ജലരേഖയാണെന്നും ഷാനിമോൾ ഉസ്മാൻ പരിഹസിച്ചത്. ഗാർഹിക പീഡന ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടായിരുന്നു ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ എത്ര CPM-ന്റെ വനിതാ നേതാക്കൾ പ്രതികരിച്ചു എന്നവർ ചോദിച്ചത്. ഈ ഒരു ധൈര്യം ഷാനിമോൾ ഉസ്മാൻ ഉണ്ടായത് എങ്ങനെയാണ് എന്നല്ലേ? അതായത് UDF-ൽ ഒരു വലിയ കാട്ടുകോഴി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിക്കയറിയപ്പോൾ രാഹുലിനെതിരെയൊക്കെ അതിശക്തമായി പ്രതികരിച്ച ആളാണ് ഷാനിമോൾ ഉസ്മാൻ. അവർ പറഞ്ഞത് എന്തായിരുന്നു? രാഹുലിനെ മാറ്റി നിർത്തണം എന്നായിരുന്നു. ആ ഒരു ധൈര്യം, അതായത് പാർട്ടിയിൽ അത്തരത്തിലൊരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ആ നേതാവിനെതിരെ പാർട്ടി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട വനിതാ നേതാക്കളാണ് തൊട്ടപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാനും ജബി മേത്തറും ഒക്കെ. പക്ഷേ CPM-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കുൽസിത സഖാക്കന്മാർക്കെതിരെ ഒരു വാക്ക് പറയാൻ CPM-ന്റെ ഏതെങ്കിലും വനിതാ നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും വനിതകൾക്ക് വേണ്ടി പ്രതികരിക്കണമെന്നും പറയുന്നില്ല. സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾക്ക് പോലും ഒരു നീതി ഉറപ്പാക്കി കൊടുക്കാൻ ഈ പറയുന്ന അങ്ങ് മുന്തിയ വനിതാ നേതാക്കൾക്ക് സഖാത്തികൾക്ക് കഴിയാറില്ല. നിരന്തരം പാർട്ടിയിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടുകയും പുരുഷാധിപത്യം അതിൽ തലകുനിച്ച് ഈ പറയുന്ന വനിതാ നേതാക്കൾ നിൽക്കേണ്ടി വന്നപ്പോഴും എത്ര സഖാത്തികളാണ് അതിനെതിരെ പ്രതികരിച്ചത്? ഈ അടുത്തൊരു സംഭവം നടന്നല്ലോ. അതിൽ എത്ര വനിതാ നേതാക്കളായിരുന്നു പ്രതികരിച്ചത്? അതായത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ വനിതാ മതിൽ കെട്ടിയ CPM നേതാക്കൾ വനിതാ സഖാക്കളെ അസഭ്യം പറഞ്ഞ് അപമാനിച്ച് പാർട്ടിയുടെ പടിയിറക്കുന്നു എന്നുള്ള വലിയ ഒരു ആരോപണം ഒരു വനിതാ സഖാവ് ഉന്നയിച്ചിരുന്നു. അത് ഇവിടുത്തെ എത്ര മുന്തിയ വനിതാ സഖാത്തികൾ കേട്ടായിരുന്നു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും DYFI നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ആയിരുന്നു പാർട്ടിയിലെ പുരുഷ സഖാക്കൾ നടത്തുന്ന മാനസിക പീഡനത്തിന്റെയും അസഭ്യം പറഞ്ഞ് അപമാനിക്കുന്നതിന്റെയും വിവരങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത്. ആ വിഷയത്തിൽ ഇടപെടാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് തയ്യാറായിരുന്നോ? അങ്ങ് കൊടികെട്ടിയ എത്ര വനിതാ നേതാക്കൾ CPM-ലുണ്ട്? KK ശൈലജ, ശ്രീമതി, അതുപോലെ തന്നെ ഈ പറയുന്ന ചിന്തയും ആര്യയും ബിന്ദു ടീച്ചറും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണല്ലോ. എന്നിട്ട് എത്ര പേരായിരുന്നു ഈ പറയുന്ന ഈ താഴെ തട്ടിലുള്ള ഒരു വനിതാ നേതാവിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടത്? ഷീബ രാകേഷ് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിലായിരുന്നു അന്നൊരു പരാതി ഉന്നയിച്ചത്. അത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ആ കുറിപ്പ് ഒന്ന് നമുക്ക് പരിശോധിക്കണം. കഴിവേറിയുടെ മോളെ എന്ന് വിളിച്ച ജില്ലാ കമ്മിറ്റി അംഗമുള്ള പാർട്ടിയിൽ നിന്നും ഇപ്പോഴും ഭീഷണിയുണ്ട്. 2024 ജനുവരി 4 വരെ ബ്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാക്കിക്കൊണ്ടിരുന്ന പാർട്ടി അംഗവും ജനപ്രതിനിധിയുമായ ആളുടെ വീട്ടിലെത്തി ആത്മഹത്യാ ശ്രമം നടത്തിയ ശേഷമാണ് ബ്ലോക്കിലെ കമ്മിറ്റികൾ പോലും നേരെ നടക്കാൻ തുടങ്ങിയത്. ഏതിലാണ് അഴിമതി ഇല്ലാത്തത്? ഇത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നറിയാം.
ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റി അംഗവും മേഖലാ സെക്രട്ടറിയും ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് പാർട്ടിയിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി മത്സരിക്കണമെന്ന് എന്നെ അറിയിക്കുന്നത്. പാർട്ടി പറഞ്ഞതനുസരിച്ച് മത്സരിക്കുകയായിരുന്നു. എന്നാൽ തുടർന്നിങ്ങോട്ട് അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഗ്രൂപ്പുകളെയും ഒക്കെ മാറിമറിയുകയും ഇതൊന്നും അറിയാത്ത ഞാൻ അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറുകയുമായിരുന്നു. മുൻമന്ത്രിയായിരുന്ന ജി സുധാകരൻ സാറാണ് എന്റെ പേര് നിർദ്ദേശിച്ചത് എന്ന വൈരാഗ്യത്തിൽ പാർട്ടിയിലെ നിലവിലെ MLA H സലാം വിഭാഗം എനിക്കെതിരെ കടുത്ത മാനസിക വൈകാരിക പീഡനങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. എന്നെ പരിഹസിക്കുകയും വാസ്തവ വിരുദ്ധമായ നുണകൾ പ്രചരിപ്പിക്കുകയും വളരെ രൂക്ഷമായ ഭാഷയിൽ എന്നെ അകാരണമായി ശകാരിച്ച് വന്നിരുന്നതുമാകുന്നു. 20/2/2022 ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ പദ്ധതി നിർവഹണത്തിന്റെ നിർണായക ഘട്ടമായതിനാൽ 13-ാം ദിവസം തന്നെ ഞാൻ തിരികെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൻ്റെ ചുമതലയിലേക്ക് വന്നിട്ടുള്ളതുമാകുന്നു. എന്നാൽ ഞാൻ ലീവ് എടുക്കാതെ തിരികെ വന്നത് ഏതോ ഗൂഢാലോചനയുടെ പേരിലാണെന്ന് പറഞ്ഞ് പാർട്ടി അടിയന്തര കമ്മിറ്റി വിളിച്ചിട്ടുള്ളതും അന്നും എന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതും ആകുന്നു. എന്നാൽ തിരുവനന്തപുരം മേയർ പ്രസവശേഷം 1.5 മാസം കഴിഞ്ഞ് തൻ്റെ ചുമതലയിലേക്ക് പ്രവേശിച്ചപ്പോൾ പത്രമാധ്യമങ്ങളടക്കം സഖാവിനെ അഭിനന്ദിച്ചു. എങ്കിലും എനിക്ക് നമ്മുടെ പാർട്ടിയിൽ നിന്ന് ലഭിച്ചത് തീർത്തും ഞെട്ടിപ്പിക്കുന്നതും ഒരു പുരോഗമന പാർട്ടിക്ക് ചേരാത്തതുമായ പ്രതികരണമാണ്. അടിയന്തര കമ്മിറ്റിയുടെ മിനിറ്റ്സ് എഴുതിയ ബുക്ക് ഉൾപ്പെടെ പിന്നീട് അവർ ഒളിപ്പിച്ചിട്ടുള്ളതുമാകുന്നു. ഈ പറഞ്ഞ സഖാവ് എന്നെ പതിഞ്ഞ ശബ്ദത്തിൽ വളരെ മോശമായ തെറികൾ വിളിക്കുന്നത് ശീലമാക്കി വന്നിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഇടയിലിരുന്ന് പരസ്യമായി എന്നെ തെറി വിളിക്കുന്നത് പാർട്ടിയിൽ പാട്ടാണ്. എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത പാർട്ടിയായി അമ്പലപ്പുഴയിലെ പാർട്ടി ഇവർ മാറ്റി തീർത്തിരിക്കുകയാണ്. നല്ല സഖാക്കളെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് അകറ്റുകയും തങ്ങൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ജോലിക്ക് വേണ്ടി മാത്രം പാർട്ടിയിൽ ചേക്കേറിയിരിക്കുന്ന നേതാക്കന്മാരുടെ ശിങ്കിടികളെ വെച്ച് മാത്രം മുന്നോട്ട് പോകുന്ന പാർട്ടിയായി അമ്പലപ്പുഴയിലെ പാർട്ടി മാറിയിരിക്കുന്നു. ഒരു സ്ത്രീയായ അഭിഭാഷകയായ എനിക്ക് പോലും അതിജീവിക്കാനാകാത്ത വിധം കുത്തഴിഞ്ഞ രാഷ്ട്രീയ കീഴ്വഴക്കങ്ങളാണ് ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. തുടങ്ങി പാർട്ടിയിലെ നേതാക്കളുടെ സ്ത്രീ വിരുദ്ധത ഉൾപ്പെടെയായിരുന്നു അന്ന് ഷീബ തന്റെ കുറിപ്പിലൂടെ തുറന്നു കാട്ടിയത്. ഈ വിഷയത്തിൽ ഷീബ ഇങ്ങനെ അതായത് പാർട്ടിയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ അധിക്ഷേപങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടും എത്ര സഖാത്തികൾ, വനിതാ സഖാത്തികൾ ഈ പറയുന്ന ഷീബയുടെ കൂടെ നിന്നു? അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങളിൽ എത്ര പേർ സംസാരിച്ചു? ഈ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വനിതാ നേതാക്കളെയാണ് നമ്മൾ കണ്ടത്. കാരണം ഈ വനിതാ നേതാക്കൾ ആരും മിണ്ടില്ല. കാരണം അവർക്കൊക്കെ അധികാര കസേരകൾ വേണമെങ്കിൽ ഈ സഖാക്കന്മാരുടെ ആട്ടും തുപ്പും കേട്ടു നിൽക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അടിമകളെ പോലെ നിന്നാലേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവരാരും മിണ്ടാത്തത്, പ്രതികരിക്കാത്തത്. ഈ അടുത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽ വലിയ വിമർശനമാണ് ഉണ്ടായത്. CPM നേതൃത്വം തുല്യത മറന്നുപോയി എന്നായിരുന്നു അവർ വിമർശനം ഉന്നയിച്ചത്. പുരുഷാധിപത്യ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല. സമൂഹത്തിൽ വളർന്നു വരുന്ന അനാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ പ്രചാരണമോ പ്രവർത്തനങ്ങളോ ഏറ്റെടുക്കുന്നതിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾക്ക് സാധിച്ചിട്ടില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ വിമർശിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതിന്റെ മുഖ്യ ഉത്തരവാദിത്തം മുൻ മേയർ ആര്യ രാജേന്ദ്രനാണെന്ന് CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനത്തിന് സമാനമായ ചർച്ചയും ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വനിതയെ ഭരണമേൽപ്പിച്ച് പാർട്ടി മാതൃക കാണിച്ചെങ്കിലും അവരെ നയിക്കാനും ആവശ്യമുള്ളപ്പോൾ തിരുത്താനുമുള്ള ഉത്തരവാദിത്തം നേതൃത്വം കാണിച്ചില്ല എന്ന വലിയ വിമർശനം ഉയർന്നു. പാർട്ടിയുടെ ഈ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റവും കോർപ്പറേഷനിലെ തിരിച്ചടിയിലേക്ക് വഴിവെച്ചുവെന്ന് ഒരു പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത്. CPMഉം മഹിളാ അസോസിയേഷനും പുരുഷ കേന്ദ്രീകൃതമായ നിലപാടുകൾ എടുക്കുന്നു. പാർട്ടിയിലും പുറത്തും സ്ത്രീകൾക്ക് പദവി നൽകുന്നതിലും പുരുഷ കേന്ദ്രീകൃത മനോഭാവം പ്രകടമാകുന്നു എന്ന വലിയ വിമർശനം ഈ മഹിളാ അസോസിയേഷനിൽ ഉയർന്നു. ഈ വിഷയത്തിലേക്ക് എത്ര വനിതാ നേതാക്കൾ, അതായത് ഈ പറയുന്ന അങ്ങ് കൊമ്പത്തിരിക്കുന്ന ഈ പാർട്ടി കൊമ്പത്ത് കൊണ്ട് നടക്കുന്ന ചില വനിതാ സഖാത്തികൾ ഉണ്ടല്ലോ, അവരിൽ എത്ര പേരാണ് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത്? താഴെ തട്ടിലുള്ള സ്ത്രീകൾ ഈ പാർട്ടിയിൽ കൊടിയ അനീതി നേരിടുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല? ഈ പറയുന്ന വനിതാ നേതാക്കളാണ്, അതായത് സ്വന്തം പാർട്ടിക്കാരിക്ക് വേണ്ടി ശബ്ദമുയർത്താത്തവരാണ് കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങൾ മറിക്കുമെന്നൊക്കെ തള്ളുന്നത്. എന്തായാലും വന്ന് ഈ വനിതാ സഖാത്തികൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത ഗതിയാണ്. അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.